കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ കർത്താവിനെ ഇടയാക്കി. ഐ ഹോപ്പ് യു ആർ ഹാപ്പി ടുഡേ. ഞാൻ പറയട്ടെ, കർത്താവ് നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ എന്നാ ചെയ്യണമെന്നറിയാമോ? ഞാനിപ്പോൾ ചെയ്യുന്നൊരു കാര്യമാണ്. നേരെ കണ്ണാടി മുന്നിൽ പോയിരിക്കുക, നിങ്ങളെ തന്നെ നോക്കുക, പറയുക, ദിസ് ഇസ് ദ ഡേ ദാറ്റ് ദ ലോർഡ് ഹാസ് മെയ്ഡ് ഫോർ മീ. ഹി ഹാസ് മെയ്ഡ് ഇറ്റ് ഫോർ യു ആൻഡ് മീ സോ ദാറ്റ് വി വിൽ റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ് ഇൻ ഇറ്റ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ കർത്താവ് നിങ്ങളെ? ഡു യു ബിലീവ് ദാറ്റ് ജീസസ് ലവ്സ് യു? Let me tell you, he loved you so much that he laid down his life for you. He is God himself. Devan thanneyanu. And he laid down his life. He came down as a normal man like you and me. He laid down your life, he laid down his life for you and me. That's how much he loved you. നിങ്ങളോട് ആരെങ്കിലും പറയുന്നുണ്ടോ? നിങ്ങളാണെങ്കിൽ are you feeling lonely? നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ പറയുന്നുണ്ടോ ആരും nobody cares for me, no one loves him, you are wrong. That's the devil putting in wrong ideas in your mind. Let me tell you, Jesus loves you. യേശുവിനെ നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളാണെങ്കിൽ ഇങ്ങനെ കൈവച്ചൊന്ന് പറഞ്ഞേ, നിങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് കൈവച്ച് പറയാം, ജീസസ് ലവ്സ് മീ ഒന്ന് പറഞ്ഞേ. ജീസസ് ലവ്സ് മീ എന്ന് പറഞ്ഞല്ലോ അല്ലേ? I am sure that has given you a lot of confidence. Let me tell you, Jesus loves you so much. അതാണ് നമ്മുടെ aim. That is our aim. That we just want to let you know that Jesus loves you, and he will only do good for you. Whatever you do, do it in the name of Jesus, and it will be a blessing. Let me tell you. So നമുക്കാണെങ്കിൽ ഇന്നത്തെ മെസ്സേജിലേക്ക് പോകാം. I am sure that you will be blessed, and over to today's program. 1 പത്രോസ് 3-ാം അധ്യായം 14-15 വാക്യങ്ങളാണ് വായിക്കപ്പെടുന്നത്. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണത്തിങ്കൽ ഭയപ്പെടുകയും കുലുങ്ങുകയും അരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പി. യേശു കർത്താവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശുദ്ധീകരണം എന്ന വാക്കിന് 2 അർത്ഥമാണ് നമ്മൾ തിരുവചനം പഠിക്കുമ്പോഴുള്ള. ഒന്ന്, വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അർത്ഥം സെറ്റ് എപ്പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വേണ്ടി അല്ലെ ഒരു കാര്യത്തിന് വേണ്ടി പ്രത്യേകാൽ വേർതിരിച്ച് നിർത്തുക. അതിനെന്താ പറയുന്നത്? വിശുദ്ധീകരിക്കുക. പഴയ നിയമകാലത്ത് സമാഗമന കൂടാരത്തിൽ ഉപകരണങ്ങളൊക്കെ യഹോവയ്ക്ക് വിശുദ്ധം എന്ന് പറയും. ദിസ് ഈസ് സെപ്പറേറ്റഡ് ഫോർ ഗോഡ്. അതുപോലെ പഴയ നിയമകാലത്തെ അവരുടെ ഉത്സവങ്ങളിൽ ഒന്നായ പെസഹയ്ക്ക് വേണ്ടി ഒരാടിനെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് വേർതിരിച്ച് നിർത്തും. എന്ത് ചെയ്യും? അതിനെ സെറ്റ് അപ്പാർട്ട്, വിശുദ്ധീകരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ വിശുദ്ധിക്ക് മറ്റൊരു അർത്ഥമുണ്ട്, പാപമില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റുക. നമുക്കെല്ലാം അറിയാമല്ലോ, വിശുദ്ധ ജീവിതം നയിക്കുക, മലിനമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, ആ ഒരർത്ഥം കൂടെ ഉണ്ട്. അതും വിശുദ്ധീകരണമെന്ന് പറയും. എന്നാൽ വിശുദ്ധീകരണത്തിൻ്റെ പ്രധാന അർത്ഥം സെറ്റ് അപ്പാർട്ട് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. പറഞ്ഞേ, ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി വേർതിരിക്കുക. ഇവിടെ പത്രോസ് ദൈവമക്കളോടാ പറയുന്നത്. ആരോടാ പറയുന്നത്? യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരോടാ പറയുന്നത്. രക്ഷയുടെ അനുഭവം പ്രാപിച്ചവരോടാ പറയുന്നത്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ യേശുവിനെ കർത്താവായി വിശുദ്ധീകരിപ്പിൻ. അതിൻ്റെ റിയൽ അർത്ഥം ഇതാണ്: നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സിംഹാസനം, നിങ്ങളുടെ ചിന്തകളുടെ ഇരിപ്പിടം വേറെ ആർക്കും കൊടുക്കാതെ കർത്താവിനും മാത്രമായി വേർതിരിപ്പീൻ. ഹല്ലേലൂയ. ചുരുക്കി പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും ആത്മാവിൽ കർത്താവ് വന്നു കഴിഞ്ഞു. പക്ഷേ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തകളിൽ പലപ്പോഴും കർത്താവും വചനവും അല്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ. നമ്മൾ സ്തോത്രം പറയുന്നുണ്ട്, ഹല്ലേലൂയ പറയുന്നുണ്ട്, പാടുന്നുണ്ട്, ആരാധിക്കുമ്പോൾ. അപ്പോഴും ഞാൻ മുമ്പേ നിങ്ങളോട് ചോദിച്ചപ്പോൾ പറഞ്ഞ പോലെ ഞാൻ നിങ്ങളോട് ഇവിടെ വന്നപ്പം ചോദിച്ചു, എത്ര പേർ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ
വീട്ടിലെ ആ വിഷയത്തിൽ, കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ പല പല ഭാരത്തിലാണ് എന്ന് ചോദിച്ചപ്പോൾ ഏകദേശം പകുതിയോളം പേർ ഇവിടെ കര ഉയർത്തി. എല്ലാവരും പഞ്ചായത്ത് അസോസിയേഷൻ ഹാളിൽ രാവിലെ 10 മണിക്ക് 80 കിലോ ശരീരം കൊണ്ട് വെച്ചേച്ച് അങ്ങ് പോയി. ഒന്ന് കൈ കൊടുത്ത് അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞേ, ഇവിടെ ഹാളിൽ ശരീരം വെച്ചിട്ട് പോകരുത്, നിങ്ങളും കൂടി ഇവിടെ വേണമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഇരുന്ന് ഭാരത്തിലായിരിക്കുമ്പോൾ യേശുവിൻ്റെ കർത്തൃത്വത്തിന് എൻ്റെ മനസ്സ് വിട്ടുകൊടുക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പത്രോസ് പറയുന്നതിൻ്റെ അർത്ഥം. ഒന്നുകൂടെ ആ വേദഭാഗം വായിച്ചേ. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇത് അന്ന് പത്രോസിൻ്റെ ലേഖനം വായിക്കുന്ന വിശ്വാസികൾ, അവര് വിശ്വാസത്തിൽ വന്നതിന് ഒത്തിരി ഉപദ്രവങ്ങൾ നേരിട്ടൊരു ഘട്ടമാണ്. അവരെ സംബന്ധിച്ച് അപ്പോൾ അനുഭവിക്കുന്നത് ഒരു ഉപദ്രവമാണ്, പീഡനത്തിൽ കൂടെ കടന്നു പോവുക. പ്രൈസ് ദി ലോർഡ്. പീഡനമായിക്കൊള്ളട്ടെ, ഇനി മറ്റ് അങ്ങനെയുള്ള അല്ലാത്ത വിഷയങ്ങൾ നമുക്കുണ്ടാകാറില്ലേ? സാമ്പത്തിക വിഷയങ്ങൾ, കുഞ്ഞുങ്ങളുടെ കാര്യം, നമ്മുടെ വീട് പണിയുടെ കാര്യം, മറ്റ് 100 കാര്യങ്ങളിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. അത് വരുമ്പോൾ അടുത്തതുണ്ടാകാവുന്ന കാര്യം പറഞ്ഞേ. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണത്തെങ്കിൽ ഭയപ്പെടുകയും കുലുങ്ങുകയും അരുത്. ഇപ്പോൾ അവരെന്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുക? ആരോ ഇവരെ എന്ത് ചെയ്യുന്നുണ്ട്? ഭീഷണി. ഭാരതത്തിലെ ദൈവമക്കളും ഈ നാളുകളിൽ ചില ഭീഷണികളൊക്കെ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നത്, നിന്റെ മനസ്സ് നീ അതിന് വിട്ടുകൊടുക്കരുത്. വിശ്വാസികളോട് ഞാൻ പറയുകയാണ്, യേശു ആയിരിക്കണം എൻ്റെയും നിങ്ങളുടെയും ചിന്തകളുടെ കർത്താവ്. അവരൊക്കെ പറഞ്ഞേ, നമ്മുടെ കർത്താവ് യേശു തന്നെയാ. പക്ഷേ ഇനി ഏതും കൂടെ നമ്മൾ ആക്കണം. ആമേൻ. അതിന് എനിക്കൊരു ആക്റ്റീവ് പാർട്ടുണ്ട്. ഞാൻ മനഃപൂർവ്വം എന്ത് ചെയ്യണം? ഞാൻ തീരുമാനിക്കണം, എൻ്റെ ചിന്തകൾ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ഇവിടെ 2 വാക്കെഴുതിയിരിക്കുക. അവരുടെ ഭീഷണിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഭയപ്പെടുകയും കലങ്ങുകയും അരുത്. അപ്പൊ അവരെന്ന് പറഞ്ഞ അന്ന് മനുഷ്യർ തന്നെയാണ് ഇവരെ ഭീഷണിപ്പെടുത്തിയത്. പക്ഷേ മനുഷ്യരല്ലല്ലോ, അതിൻ്റെ പുറകിൽ ആരുണ്ട്? ആ മനുഷ്യരെ ഇളക്കിയ ഒരു ദുഷ്ട ശക്തിയുണ്ട്. അപ്പൊ ആ ദുഷ്ടശക്തി എപ്പോഴും ദൈവപൈതലിൻ്റെ ഏത് ഭാഗത്തെ അറ്റാക്ക് ചെയ്യാനാണ് നോക്കുന്നേ? പറഞ്ഞാട്ടെ, മനസ്സിനെ. കലങ്ങുകയും അരുത്, പിന്നെ ഭയപ്പെടുകയും അരുത്. 1-2 പേരുടെ പറഞ്ഞ കലങ്ങുകയും അരുത്. പിന്നെ എന്ത് ചെയ്യണം? ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിക്കും. ഇവിടെ പറയണം, ഭയപ്പെടരുത്, കലങ്ങരുത്, ക്രിസ്തുവിനെ ഇരുത്തിക്കോ എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം? അതല്ലേ വാക്യത്തിൻ്റെ അർത്ഥം? ഒന്നുകൂടെ വായിച്ചേ. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണത്തെങ്കിൽ ഭയപ്പെടുകയും ഭീഷണിയില്ല. ഇന്നിവിടെ വന്നിരിക്കുന്നവർ ഓരോരുത്തരും പല പ്രശ്നത്തിലായിരിക്കും. ചിലർ ഭീഷണിയിലായിരിക്കും, ചിലർ വേറെ വല്ല വിഷയത്തിലായിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷെ അതിലൂടെ ആ പ്രശ്നം അവിടെ ദൈവം അങ്ങ് ചെയ്തോളും. പക്ഷെ പ്രശ്നത്തെക്കുറിച്ചൊരു ഭാരം നമ്മുടെ മനസ്സിൽ കയറ്റിയിരിക്കുക, ഒരു ഭീഷണി. അതാണ് നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്. ഈ സർവായുധ വർഗങ്ങളൊക്കെ വായിക്കുമ്പം ശത്രുവിൻ്റെ തീ അമ്പുകളെ കെടുത്താനുള്ള വിശ്വാസവും. അപ്പം ശത്രു ഇപ്പം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അമ്പുകൾ. യാക്കോബിൻ്റെ ലേഖനത്തിലുണ്ട്, നാവും ഒരു തീ തന്നെ. അപ്പം ഈ അമ്പ് എന്താ? സാത്താൻ്റെ വാക്കുകളാണ്. എന്താണ്? ഞാൻ നിന്നെ ആദ്യം ചെയ്ത് കളയും, ഇങ്ങനെ വന്നാൽ അങ്ങനെ വരില്ലേ, അങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് അങ്ങനെ വന്നാലോ, അതെല്ലാം കൂടി ഇങ്ങനെയാകത്തില്ലേ? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നില്ലേ? അത് നിങ്ങളും ഞാനും ചിന്തിക്കുന്നല്ല. ഒരു പുള്ളി ഇരുന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, മനസ്സിലോട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് ചിലപ്പോൾ ചിലരെ കയ്യിലെടുക്കും. ഇവിടെ ഇപ്പോൾ ചില ആൾക്കാരെ കയ്യിലെടുത്ത് എന്ത് ചെയ്യാണ്? വാക്കുകൾ എഴുതി വിടുകയാണ്. പിശാച് നേരിട്ട് മനസ്സിലോട്ട് സംസാരിക്കും, കൂടാതെ മനുഷ്യരിലൂടെ എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളത്തോട്, അയ്യോ ഇതുപോലൊരു തലവേദന ഞങ്ങളുടെ നാട്ടിൽ ഇന്നയാൾക്ക് വന്നപ്പോൾ ഒടുവിൽ ക്യാൻസർ ആയിരുന്നു കേട്ടോ, നമ്മളെ ആശ്വസിപ്പിക്കാൻ വന്നതാണേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ ഒറ്റ വാക്ക് മതി. പിന്നെ ഈ വ്യക്തി എന്ത് ചെയ്യാണ്? ക്യാൻസറിനേക്കാൾ വലിയ വേദന അനുഭവിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? കൈ കൊടുത്ത് പറഞ്ഞ് നിങ്ങളുടെ മനസ്സ് വിട്ടുകൊടുക്കരുതെന്ന് പറഞ്ഞു. നിങ്ങൾ ദൈവരാജ്യത്തിലായതുപോലെ തന്നെ നിങ്ങളുടെ മനോമണ്ഡലം ക്രിസ്തുവിൻ്റെ ഭരണത്തിനായി
ഞാൻ വിട്ടുകൊടുക്കുമെന്ന് എന്ന് തീരുമാനിച്ചു, നിങ്ങളുടെ ഉള്ളിൽ ദൈവരാജ്യം അതിൻ്റെ നിലയിൽ ക്രിയ ചെയ്യുമ്പോൾ നിങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം ദൈവരാജ്യമായിരിക്കും. അങ്ങനെ ഒരു ഫ്രീ മനസ്സുള്ള ഒരു വ്യക്തി വീട്ടിലിരുന്നുണ്ടല്ലോ, വീട്ടിൽ തന്നെ ഒരു സമാധാനം. ഓ, ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതിന് പകരം ഞാൻ ഇതിലെല്ലാം ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ ഞാൻ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ആക്കിക്കൊണ്ടിരിക്കും. ഒന്ന് കൈയെടുത്ത് പറഞ്ഞ, ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളവൻ, അസ്വസ്ഥതപ്പെട്ടവൻ മറ്റുള്ളവരെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുമെന്നൊന്ന് പറഞ്ഞ്. ഈ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന, ഭീഷണിപ്പെടുത്തുന്ന മുഴുവൻ പേരെ നോക്കൂ, അവരുടെ ഉള്ളിൽ ഒരു അസ്വസ്ഥതയുണ്ട്. ആമേൻ. ഞാൻ ശാന്തനാണെങ്കിൽ മറ്റുള്ളവരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അതാ യേശു പറഞ്ഞ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. സമാധാനം ഉണ്ടാക്കുന്നവൻ അകത്ത് എന്തുണ്ടായിരിക്കണം? ഒന്ന് കൈകൊടുത്ത് പറഞ്ഞേ, മുങ്ങിപ്പോകാൻ വളരെ എളുപ്പമാണെന്ന് പറഞ്ഞു. എന്നാൽ ചിലയിടത്ത് നമുക്ക് പതച്ച് നിന്നാ ഉണ്ടല്ലോ, ചിലതിൻ്റെയൊക്കെ മുകളിൽ നമ്മളിങ്ങനെ ആത്മാവിലിങ്ങനെ ലൈഫ് ബോയെ കിടക്കുന്ന പോലെ പതച്ച് നിൽക്കുക അല്ല, വാസ്തവത്തിൽ ലൈഫ് ബോയെ കിടന്നാൽ മതി. ഒന്ന് കൈകൊടുത്ത് പറഞ്ഞാ, ഈ പതച്ച് നിൽക്കാൻ പോകുന്ന ആദ്യത്തെ വാസ്തവത്തിൽ തെറ്റിപ്പോയി. നമുക്കെല്ലാം പറ്റും, നമ്മൾ പതച്ച് നിൽക്കുക. എന്ത് ചെയ്യുക? കയ്യും കാലും വിട്ട് അടിച്ചതിൻ്റെ മുകളിൽ നടക്കത്തില്ല, കുറച്ച് നേരം കഴിയുമ്പോൾ ക്ഷീണിക്കും. അതിന് പകരം നല്ലൊരു ലൈഫ് ബോയ് ഇട്ട് തന്നിട്ടുണ്ട്, അത് കൊണ്ടുവന്നിട്ടുള്ളവരൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചാൽ നല്ലതായിരുന്നു. ഹല്ലേലൂയ. ഈ വചനമാകുന്ന ലൈഫ് ബോയെ, ദൈവത്തിൻ്റെ വാക്കുകളും വാഗ്ദത്തങ്ങളുമാകുന്ന ആ ലൈഫ് ബോയിൽ അങ്ങനെ കിടന്നു പോയാൽ ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. എന്നെ നേടുന്ന സന്തോഷമോർത്തതാ, നിന്ദകൾ സഹിച്ചു മരിച്ചനാഥനെ. എന്നെ നേടുന്ന സന്തോഷമോർത്തതാ, നിന്ദകൾ സഹിച്ചു മരിച്ചനാഥനെ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവരൊരു പ്രിക്കോഷൻ പറയും. അഥവാ ഒരു പ്രശ്നമുണ്ടായി, ഫ്ലൈറ്റ് വെള്ളത്തിൽ യാത്ര ചെയ്യേണ്ടി വന്നാൽ നിങ്ങളുടെ സീറ്റിനടിയിൽ ഈ എയർ ബാഗുണ്ട്, ലൈഫ് ബാഗ്. അത് ഒരു സാധനം ഇങ്ങനെ വലിക്കുമ്പോൾ അതിനെ തന്നെ അങ്ങ് വീർത്ത് വരും, എന്നിട്ട് ചാടിയാൽ മതിയെന്ന്. മനസ്സിലാകുന്നുണ്ട്? ആ ഭാഗം കേൾക്കുമ്പോൾ ഒരു ഞെട്ടലുണ്ട് കേട്ടോ എൻ്റെ പൊന്നെ. എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു കയറിക്കിടക്കാൻ നല്ല ഒരു സ്തോത്രം, വായുവിനേട് അദ്ദേഹത്തെ ഉപമിച്ചിരിക്കുന്നു. പേര് പരിശുദ്ധാത്മാവെന്ന്. അതങ്ങ് ഫുള്ളാക്കി, പരിശുദ്ധാത്മാവിൽ ഫുള്ളാക്കിയേ ഈ ലോകമാകുന്ന സാഗരത്തിൽ പോകാവുള്ളൂ. ഒന്ന് കൈകൊടുത്തൊന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവിൽ. പരിശുദ്ധാത്മാവിൻ്റെ ബാഗ് നിറയെ വായു നിറച്ച്, മാത്രമല്ല വചനമാകുന്ന ലൈഫ് ബോയിയുടെ മുകളിൽ കിടന്ന് സ്തോത്രം. പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ഒന്നും നിന്നെ ഏക്കത്തില്ല. ചേർന്ന് നമുക്ക് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ആമേൻ. ഞാൻ എല്ലാവരോടും പറയാം, രക്ഷിക്കപ്പെട്ടുകൊണ്ടോ സ്നാനപ്പെട്ടുകൊണ്ടോ പരിശുദ്ധാത്മാവിൽ ഒരിക്കലൊരു നിറഞ്ഞ അന്യഭാഷ പറഞ്ഞുകൊണ്ടോ ദൈവരാജ്യത്തിൻ്റെ ഒരു ജീവിതം ഇവിടെ ആസ്വദിക്കാനൊക്കത്തില്ല. അത് നിങ്ങളും ഞാനും അതിന് തന്നിരിക്കുന്ന ടൂളുകൾ ഉപയോഗിച്ച് അതിനു വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താലേ അത് അനുഭവിക്കാനൊക്കത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ കിടന്ന് വിഷമിച്ചാലും വിഷമിച്ചില്ലേലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ എന്തിനാ വിഷമിക്കുന്നത്? നമ്മൾ ആകുല ചിന്തപ്പെടുമ്പോൾ
നമ്മൾ ദൈവഭരണത്തിന് വെളിയില്ല. അതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ദൈവരാജ്യം എന്ന് പറയുന്നത് കർത്താവും കർത്താവിൻ്റെ വചനവും. എൻ്റെ ഹൃദയത്തിൽ വേറൊന്നിനും ഞാൻ ഇടം കൊടുക്കത്തില്ല. പറഞ്ഞേ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ ചിന്തയിൽ ഞാൻ വേറൊന്നിനും ഇടം കൊടുക്കത്തില്ല. എപ്പോഴും വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കണം. വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് ദൈവവചനം പറയുന്നല്ലോ. എബ്രായർ 13:5 ഒന്ന് വായിച്ച്. എബ്രായർ 13:5. അവിടെ ഒരു വാഗ്ദത്തം ദൈവ പൈതൽ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞിരിക്കുക. വാഗ്ദത്തം കിട്ടിയതുകൊണ്ടായില്ല, അത് ഞാൻ ഉപയോഗിക്കണം. വാഗ്ദത്തമാകുന്ന ആ ലൈഫ് ബോയിയുടെ മേളിൽ ഞാൻ കയറി കിടക്കണം. അതായിരിക്കണം എൻ്റെ റെസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. ഈ നമ്മുടെ ഗവൺമെൻറ് ചില കാര്യങ്ങൾ വാഗ്ദാനം ചെയ്താൽ നല്ലതാ. പക്ഷെ എല്ലാ വാഗ്ദാനവും പാലിക്കാൻ ഒരു ഭരണാധികാരിയെ കൊണ്ട് ഒക്കത്തില്ല. പക്ഷെ വാക്ക് പറഞ്ഞാൽ മാറാത്തൊരുവൻ തന്ന വാക്കുകൾ എൻ്റെ നിങ്ങളുടെയും കയ്യിൽ പ്രിൻ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അത് പിടിച്ചോണ്ട് നടക്കുന്നത് നന്മയാ. എന്നാൽ പിടിച്ചോണ്ട് നടന്നുകൊണ്ട് ഗുണമില്ല. അതെൻ്റെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവരണം. അതിൻ്റെ മുകളിൽ ഞാൻ അങ്ങോട്ട് പോകണം. പോയാൽ എന്തൊരു സന്തോഷമാണെന്നറിയോ. വേറെ ആരുടെയും വാക്ക് എൻ്റെ മനസ്സിൽ കയറി എന്നെ ഭരിക്കാൻ ഞാൻ സമ്മതിക്കരുത്. പറഞ്ഞേ, വേറെ ആരുടെയും വാക്ക് എൻ്റെ മനസ്സിൽ കയറി അതെന്നെ ഭരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഒന്നുകൂടെ പറഞ്ഞേ, എന്നെ കേൾക്കുന്ന എല്ലാവരും. ഈ ബൈബിൾ ക്ലാസ് ഇപ്പോൾ ടി വിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നവരോടും പറയാണ്, ഒന്ന് ആ ടി വിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ തന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞേ, വേറെ ആരുടെയും വാക്ക്, ഇവിടെ ഉള്ളവരൊന്ന് പറഞ്ഞേ, വേറെ ആരുടെയും വാക്ക് എൻ്റെ മനസ്സിനെ ഭരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എൻ്റെ മനസ്സിൻ്റെ സിംഹാസനത്തിൽ യേശുവിനെ രാജാവായി ഞാൻ വേർതിരിച്ചിരിക്കുന്നു. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ട്. മനസ്സിൻ്റെ സിംഹാസനത്തിൽ ഒരു രാജാവേ പാടുള്ളൂ. അത് ഡൊമീനിയനാണ്, കിങ്ഡമാണ്, അത് രാജ്യമാണ്, അത് രാജാവ് ഭരിക്കുന്നിടമാണ്. അവിടെ ഒരു രാജാവേ ഉള്ളൂ. ആ രാജാവിൻ്റെ പേരൊന്ന് വിളിച്ചു പറഞ്ഞാട്ടെ. നല്ലപോലെ കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ആമേൻ. യേശു രാജാവ് തൻ്റെ ജനത്തെ ഭരിക്കുന്ന തൻ്റെ വാക്കുകളിലൂടെയാ. അതാ യേശു പറഞ്ഞ്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾത്ത് എൻ്റെ പുറകെ വരും. ഹലോ, അവ എൻ്റെ പുറകെ വരും, ഞാൻ അവയ്ക്ക് മുമ്പായി നടക്കും, ഞാൻ അവയെ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ അവ മേച്ചിൽ കണ്ടെത്തും. അതിൻ്റെ കാരണം തന്നെ അവരെൻ്റെ വാക്ക് മാത്രം കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് പറയാം, അന്യന്മാരുടെ ശബ്ദം അറിയാകിയാൽ അവ അന്യന്മാരെ വിട്ട് ഓടിപ്പോകും. പല ശബ്ദങ്ങളാണ് മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ പല ശബ്ദങ്ങൾ ഭരണം നടത്തരുത്. ഒരു ശബ്ദമേ ഭരണം നടത്താവുള്ളൂ. അത് കർത്താവിൻ്റെ വാക്ക് മാത്രമായിരിക്കണം. നമ്മൾ ആദ്യം പറഞ്ഞ വാക്യം വായിക്കാം. അതിനു മുമ്പ് ഒരു വാക്യം വായിച്ചേ. റോമർ 14:17. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. കർത്താവിൻ്റെ ഭരണം, അവിടെ സമാധാനവും സന്തോഷവും. ഉറക്കെ പറഞ്ഞേ. എൻ്റെ മനസ്സിൽ ഇപ്പോൾ കർത്താവാണ് ഭരിക്കുന്നതെങ്കിൽ എന്നിൽ എന്തു വരും? ടെൻഷനാണെങ്കിലോ? ഞാൻ ദൈവപൈതലല്ലെന്നല്ല അതിൻ്റെ അർത്ഥം. ഞാൻ എൻ്റെ മനസ്സ് വേറെ ആർക്കോ വിട്ടുകൊടുത്തെന്ന്. ആമേൻ. ഇത് വിശ്വാസത്താലേ ഭരണം നടക്കുന്നു. എൻ്റെ കാര്യം കർത്താവ് നടത്തിക്കോളും. ആ രാജാവ് ശക്തിയുള്ളവനാ. ഇതൊരു കഥയൊന്നുമല്ല. അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുക. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ കർത്താവ് അവിടെ ആ കാര്യം നടത്താൻ പ്രാപ്തന. ചില കാര്യങ്ങൾ താമസിച്ച് കാണും, പക്ഷേ എനിക്ക് അതിനെക്കുറിച്ചും ഭാരമില്ല. എൻ്റെ കർത്താവ് അത് തക്ക സമയത്ത് ബെസ്റ്റായി നടത്തുമെന്ന് എനിക്കറിയാം. ഞാൻ കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നുള്ളതല്ല എൻ്റെ ബലം, അവൻ വിശ്വസ്തനാണെന്നുള്ളതാണ് എൻ്റെ ബലം. ചിലരുടെ ബലം എന്താണെന്നറിയോ? ഞാൻ 40 ദിവസം പ്രാർത്ഥിച്ചായിരുന്നു, നടക്കും. നോ, അത് എന്നിലുള്ള ആശ്രയമാ. നോ, ഞാൻ 40 ദിവസം പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചില്ലയോ എന്നല്ല, അവൻ വാക്ക് പറഞ്ഞാൽ മാറത്തില്ല. ആമേൻ. അപ്പം ഈ രാജാവ് എങ്ങനെയാ ഭരിക്കുന്നത്? തൻ്റെ വാക്കുകൾ കൊണ്ടാണ് ഭരിക്കുന്നത്. എല്ലാവരും പറഞ്ഞ, ഈ രാജാവ്
എങ്ങനെയാ ഭരിക്കുന്നത്? തന്റെ വാക്കുകൾ തൻ്റെ വാക്കുകൾ, വചനങ്ങൾ കൊണ്ടാണ് ഭരിക്കുന്നത്. അവൻ വാക്ക് തന്നുകൊണ്ടിരിക്കും. ഞാൻ കൈവിടത്തില്ല, ഞാൻ ഉപേക്ഷിക്കത്തില്ല, നടത്തിക്കോളാം. അതാണ് നമ്മൾ വായിക്കുന്നത് എബ്രായ ലേഖനം 13:5. വായിച്ച് എബ്രായർ 13:5. നിങ്ങളുടെ നടപ്പ് ദിവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. നമുക്ക് ഈ വേദഭാഗം വായിക്കുമ്പോൾ എബ്രായ ക്രിസ്ത്യാനികൾക്ക് എഴുതിയ വേദഭാഗം, ആ ക്രിസ്ത്യാനികൾ പൈസ എന്നും പറഞ്ഞ് അങ്ങ് ഓടാൻ തുടങ്ങിയ ഒരു ഘട്ടമാണെന്ന് മനസ്സിലാക്കാം. ഒരുപക്ഷെ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരിക്കാം. അപ്പോൾ അവർ വിചാരിച്ചു, അയ്യോ പൈസ വേണ്ടേ, അവർക്ക് ചില ടൈറ്റുമുണ്ട്. ഇതൊക്കെ നമ്മുടെയും ജീവിതത്തിൽ വരാം. പക്ഷേ ആ സാഹചര്യം എന്നെ ഭരിക്കരുത്. എനിക്ക് പൈസ വേണ്ടിയപ്പോഴും ഞാൻ എന്നെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഓടുമ്പോൾ എന്നെ ഭരിക്കുന്ന എൻ്റെ വികാരമാണ്. ഡോണ്ട് ബി റൂൾഡ് by your emotions, but be ruled by the King and his word. Hallelujah. I hope that message was a blessing for you. ആ മെസ്സേജ് നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറയട്ടെ, മെസ്സേജ് കേൾക്കുമ്പോൾ don't just listen to it passively. എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ട് പോകാതെ take that message and apply it into your life on a day-to-day basis. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മെസ്സേജ് ആണെങ്കിൽ തോമസുട്ടിങ്ങളോ പപ്പായോ പറയുന്ന കാര്യം ജസ്റ്റ് അടുത്തൊരു മെസ്സേജ് കേൾക്കുന്ന പോലെ, അടുത്തൊരു TV പ്രോഗ്രാം കാണുന്ന പോലെ ജസ്റ്റ് ലേഡ് ബാക്ക് ആൻഡ് എൻജോയിങ് ദ പ്രോഗ്രാം, അങ്ങനെ ഒരിക്കലും ആകരുത്. നമ്മളാണെങ്കിൽ കേൾക്കുന്ന മെസ്സേജ് സ്റ്റാർട്ട് അപ്ലൈയിങ് ഇറ്റ് ഇൻ യുവർ ലൈഫ് ആൻഡ് ലെറ്റ് മീ അഷ്യൂർ യു യു ആർ ഗോണ സീ എ ലൈഫ് ചേഞ്ചിങ് ഡിഫറൻസ് ഇൻ യു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കർത്താവ് സ്നേഹിക്കുന്നത് മാത്രമേ ഉള്ളൂ. ജീസസ് ഓൺലി ലവ്സ്, he only cares. പക്ഷേ ആൾക്കാർ ചോദിക്കും, then why am I facing this difficulty right now? Why am I going through this intense trouble? കർത്താവിനാണെങ്കിൽ എന്നെ ഇങ്ങനെ എന്നാ പറഞ്ഞാൽ, he can just change my situation just like this. But let me tell you something. I had this question, certain points in my life. Even I had serious doubts. എന്താണ് കർത്താവ് ഇങ്ങനെ എന്നെ കൊണ്ട് ചെയ്യുന്നത്? ഞാൻ കർത്താവിനെ വിശ്വസിച്ചല്ലോ, കർത്താവ് എന്നെ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനാണെങ്കിൽ ഇപ്പോൾ കർത്താവിനെ ചോദിച്ച്, ഞാനിപ്പോൾ കാർഡിഫിലാണ് പഠിക്കുന്നത്, കാർഡിഫിലാണെങ്കിൽ MBA ചെയ്തുകൊണ്ടിരിക്കുക. കർത്താവിനെ ചോദിച്ച് അത് തന്നെ വലിയൊരു സാക്ഷിയാണ്. ഡോക്ടർമാരെന്നോട് കൊച്ചിലെ എന്നോട് പറഞ്ഞത്, സാധാരണ പഠിക്കാൻ ലൈക്ക് എ നോർമൽ സ്റ്റുഡൻറ്റ് യു വോണ്ട് ബി ഏബിൾ ടു സ്റ്റഡി എന്നാ ബിക്കോസ് ഓഫ് മൈ ഫിറ്റ്സ്. ആൻഡ് ഹീ ടോൾഡ് മൈ പാരൻസ് ടു ടേക്ക് കെയർ of a disabled child for the rest of my life. So me doing MBA in Cardiff, it's his grace alone, and I know that. അപ്പോൾ ഞാനാണെങ്കിൽ അവിടെ പഠിക്കാൻ പോകുമ്പം അവിടെ പൗണ്ട് റുപ്പീസ് ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് കൺവേർഷൻ റേറ്റ് ഭയങ്കരമാണ്. ഡാഡ് ഹാസ് ഗിവൻ മി എ ബഡ്ജറ്റ് ടു ലിവ് ഇൻ. അപ്പോൾ ചില സമയത്ത് എനിക്ക് ഭയങ്കര ചുരുങ്ങി ജീവിക്കേണ്ടി വരും. എൻ്റെ ബാക്കിയുള്ള കൂട്ടുകാർ ചില സമയത്ത് ബർഗർ കഴിക്കുമ്പോൾ എനിക്ക് കഴിക്കാൻ മേലെന്നല്ല, പക്ഷേ എൻ്റെ കൂട്ടത്തിൽ നടക്കുന്ന ആൾക്കാരെല്ലാം ഇച്ചിരി ചുരുങ്ങി ജീവിക്കുമ്പോൾ ഞാനും അതുപോലെ തന്നെ ജീവിക്കണം. എന്നിട്ട് ചില സമയത്ത് ഐ തിങ്ക് ടു മൈസെൽഫ്, ഞാൻ ഷുഡ് ഐ ഡു ലൈക്ക് ദിസ്, ഷുഡ് ഐ ലിവ് ലൈക്ക് ദിസ്? എനിക്ക് ഇത്രയേ ഉള്ളല്ലോ ബഡ്ജറ്റ്. ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് വരും. ചില സമയത്ത് പപ്പായോട് പറയും, പപ്പായെ കാശ് അയക്കുമോ, എനിക്കാണെങ്കിൽ കാശില്ലേ, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു ബഡ്ജറ്റിൽ ജീവിക്കുമ്പോൾ യു വിൽ ബി ട്രെയിൻ ടു യുവർ സെൽഫ് ടു ലിവ് അക്കോർഡിംഗ് ടു എ ബഡ്ജറ്റ്. ദാറ്റ്സ് ദ സെയിം വേ ജീസസ് വാണ്ട്സ് ടു ഗിവ് യു മോർ റെസ്പോൺസിബിലിറ്റീസ് ഇൻ യുവർ ഫ്യൂച്ചർ. ഹി വാണ്ട്സ് ടു ഗിവ് യു വലിയൊരു, നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ പറയട്ടെ, നിങ്ങൾ കർത്താവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ആ നിമിഷം മുതൽ യു ഹാവ് സ്റ്റെപ്ഡ് ഇൻ ടു എ പ്ലാൻ. You have stepped into a big plan of Jesus Christ which is going to be in the future. കർത്താവാണെങ്കിൽ and he is training you. അപ്പോൾ പപ്പ ആണെങ്കിൽ ഈ ബഡ്ജറ്റിൽ എൻ്റെ പപ്പ എന്നെ ഒരു ബഡ്ജറ്റ് തരുമ്പം he doesn't want me to strive and live, but he wants me to know the value of money the same way. ആൻഡ് എനിക്ക് ചില സമയത്ത് വരുമ്പം പപ്പ ആണെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് എന്നെ പട്ടിണിക്കിട്ട് ഞാനാണെങ്കിൽ അങ്ങനെ ഒരിക്കലും പപ്പ എന്നെ വിടത്തില്ല. കറക്റ്റ് സമയമാകുമ്പോൾ എനിക്കാണെങ്കിൽ ഫണ്ട്സ് അയച്ചു തരും. പപ്പ എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, പപ്പ നോക്കും, അതാണെങ്കിൽ ഇഫ് ഇറ്റ്സ് എ ഗുഡ് കോസ് ഹീൽ സെൻഡ് ദ മണി. ദ സെയിം വേ ജീസസ് ഹീസ് ട്രെയിനിങ് യു. അതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആണെങ്കിൽ ആ സിറ്റുവേഷനിൽ ഒരിക്കലും വിട്ടുകളയുമെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. ഹീസ് വിത്ത് യു, ഹീസ് വാച്ചിങ് ഓവർ യു. സോ have trust upon Jesus Christ. Just believe in your heart that he has a big plan for you in the future. So അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെയും കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീസസ്, I pray that we pray together, everyone who is watching me and me myself over here.
കർത്താവേ, we pray, everyone watching, let them be blessed in the name of Jesus. Let them know that they are part of a big plan. They are part of your great divine plan. And let them, have hope that Jesus is with them every point of their life. And I know you are, oh Lord. കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരെ എല്ലാം ധാരാളമായി അനുഗ്രഹിക്കുന്നു. ഇവരുടെ ജീവിതത്തിൻ്റെ എല്ലാ അറകളും ധാരാളമായി കർത്താവെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇവർ തൊടുന്നതെല്ലാം സാധിക്കട്ടെ യേശുനാമത്തിൽ. കർത്താവെ, രോഗികൾ ആരെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കർത്താവെ, ഐ നോ യുവർ പ്രസൻസ് ഫിൽസ് ദി എർത്ത് എവ്രിവെയർ. And I believe in the name of Jesus, as they are watching this program, they are going to be healed. Whatever the disease may be, right from a small headache to a big cancer, I believe that, Lord, it's equal for you. And I believe that you are going to heal them right away. യേശുവിൻ്റെ നാമത്തിൽ I command healing into their bodies right now. കർത്താവെ, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. God bless you. അടുത്ത തവണ കാണും വരെയും കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. God bless you. ടി വി പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും കോലഞ്ചേരിയിൽ 2015 ജനുവരി 31 ശനി. ശുശ്രൂഷകൾ രാവിലെ 10 സെയിൻറ്റ് പീറ്റേഴ്സ് കോളേജ് ഇൻഡോർ സ്റ്റേഡിയം. ടി വി പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും പിറവത്ത് 2015 ഫെബ്രുവരി 7 ശനി. ശുശ്രൂഷകൾ രാവിലെ 10 മാം ഓഡിറ്റോറിയം. സ്വർഗീയവിൽ നിൽക്കുന്ന കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് തൃശ്ശൂരിൽ കാസിനോ ഓഡിറ്റോറിയം, ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപം. 2015 ഫെബ്രുവരി 12 മുതൽ 15 വരെ. വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഫെബ്രുവരി 12 വ്യാഴം വൈകിട്ട് 6. ഫെബ്രുവരി 13, 14, 15 ശുശ്രൂഷകൾ രാവിലെ 10 വൈകിട്ട് 6. ആരാധന, വിടുതൽ ശുശ്രൂഷ, വചന പ്രഘോഷണം. തങ്കു ബ്രദറും തോമസ് കുട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു.